ആര് മുന്നിൽ ആര് പിന്നിൽ വിധി ദിനം മെയ് 4 തിങ്കളാഴ്ച രാവിലെ 5 മണി മുതൽ തത്സമയം 24. സംഗതി പ്ലാനിംഗിൽ എത്തിയിട്ടുണ്ട്. ഒരു ചെറിയ കമ്പനി ഈ മൂടൊക്കെ മാറി സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങി രാവിലെ ട്രിപ്പ്. നിനക്കെന്താ എടുക്കണ്ടേ? കെവിനെ എനിക്കൊന്നും വേണ്ട. ജാട എടുക്കാതെ ബ്രാൻഡ് ആണെന്ന് പറഞ്ഞേ. അവനൊരു ബിയർ എടുത്താ മതി. അല്ല ബെല്ല, അത് ഞാൻ നീ ഒന്നും ഉണ്ടായിരുന്നേ. ഞാൻ പോയി സാധനം എടുത്തിട്ട് വരാം. ബെല്ല, പാപ്പ, ഞങ്ങളൊരു കമ്പനി കൂടാനുള്ള പുറപ്പാടാ. പാപ്പന് ഹോട്ട് വേണോ ബിയർ വേണോ? ബിയറൊക്കെ മാറ്റി വെച്ചോ. എന്നിട്ട് കുടിക്കാനായിട്ട് നല്ല തണുത്തോളം തയ്യാറാക്കി വെച്ചോ. എന്തു പറ്റി പാപ്പ? അല്ല, എല്ലാവരും കുറെ വെള്ളം കുടിക്കേണ്ടി വരുമെന്ന് പറഞ്ഞതാ. എന്താ സാറേ പ്രശ്നം? എന്തെങ്കിലും? ആ ഫയലില്ലേ, പാർപ്പിടം പദ്ധതിയെ കുറിച്ചുള്ള ഫയല്, അത് കാണാനില്ലെന്നും പറഞ്ഞ് ഒരു പരാതി വന്നിട്ടുണ്ട്. ഏതെങ്കിലും പൊതുപ്രവർത്തകരായിരിക്കും തന്നിട്ടുണ്ടാവുക. വലിച്ചു കീറി കൊട്ടയിലിട് പാപ്പ. വെറും പൊതുപ്രവർത്തനമല്ല, സ്ഥല MLA പരാതിപ്പെട്ടിരിക്കുന്നത്. ദേവിക. പിന്നെ അത് വെറും പരാതിയൊന്നുമല്ല, സംശയിക്കുന്ന പ്രതികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കംപ്ലൈന്റ് വന്നിരിക്കുന്നത്. വിളിച്ചും പറഞ്ഞു, മെയിലും അയച്ചു. നന്ദനെ സംശയമുണ്ടെന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. സ്വന്തം ഭർത്താവിനെ അമ്മായിയമ്മയൊക്കെ സംശയത്തിൽ നിർത്തേക്കുക. സാർ, ദേവിക അങ്ങനെ വീട്ടുകാർക്കെതിരെ പരാതി നൽകുമോ? എന്തും ചെയ്യാൻ തയ്യാറായിട്ടാ അവൾ തുനിഞ്ഞിറങ്ങിയേക്കുന്നത്. നന്ദനെയൊക്കെ ചോദ്യം ചെയ്യേണ്ടി വരും. പാപ്പ, ഞാൻ ഉഴപ്പിയ എന്റെ മുകളിലുള്ള വേറെ ആള് വരും. ഞാൻ ഒരു കാര്യം പറയാം, നന്ദൻ തൽക്കാലം എങ്ങോട്ടെങ്കിലും ഒന്ന് മാറിയിരിക്കുക. അല്ല, അപ്പോ അത്രയ്ക്കും പ്രശ്നമാണോ? പരാതി വന്ന സ്ഥിതിക്ക് ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അത് ചിലപ്പോൾ അറസ്റ്റിലേക്ക് തന്നെ നീങ്ങും. എന്തായാലും നന്ദന് ഞാനൊരു യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് ദൂരേക്കാ. എന്നാ പിന്നെ നാളെ രാവിലെ തന്നെ അങ്ങ് വിട്ടോ? അതെ, ആ ഗ്യാപ്പിൽ എന്തെങ്കിലും ഒരു വഴി ഞാൻ കണ്ടുപിടിക്കാം. ഞങ്ങളുടെ ലിസ്റ്റിലുള്ള ഏതെങ്കിലും പ്രതിയെ കൊണ്ട് കുറ്റം ഏറ്റെടുപ്പിക്കാം. അങ്ങനെ കുറ്റം ഏറ്റെടുക്കാൻ തയ്യാറായ കുറെ പേരുണ്ട്. ഓക്കെ പാപ്പ, എങ്കിൽ നാളെ കാലത്ത് തന്നെ ഞങ്ങൾ സ്ഥലം വിട്ടോളാം. ബാക്കി കാര്യങ്ങളൊക്കെ വഴിയെ തീരുമാനിക്കും. ആ സർ, കെവിനെ ഇങ്ങ് വന്നേ. MLA വിളിച്ചിരുന്നു സർ, മെയിൽ കിട്ടി. അന്വേഷിക്കാം സർ. അത് വേണ്ട. ആ സർ, ഉടൻ തന്നെ അന്വേഷണം തുടങ്ങാം സർ. എന്തൊരു ചൂടാച്ചാ! ഇനിയുള്ള കാലം AC ഇല്ലാതെ ഈ ചൂടത്ത് ജീവിക്കാൻ പറ്റില്ല. എന്താ മാധവ ഒന്നും മിണ്ടാത്ത? ഞാനല്ലല്ലോ, നീയല്ലേ മിണ്ടാത്തത്. ഒരു കാര്യം അറിയാൻ വേണ്ടി ഞാനും അമ്മയും ചേച്ചിയൊക്കെ ചോദിച്ചിട്ടും നീ ഒന്നും വിട്ടു പറയുന്നില്ലല്ലോ. ഓ, ഞാൻ പ്രേമിക്കുന്ന ആളാരാണെന്ന് അറിയാനല്ലേ? അതറിയാഞ്ഞിട്ടാണ് മിണ്ടാത്തെങ്കിൽ മംഗലശ്ശേരി മിണ്ടണ്ട. സമയമാവുമ്പോ പറയാന്ന് പറഞ്ഞില്ലേ? ഓ, എന്തൊരു ചൂട്! നിക്കടി എവിടെ? നീ എവിടേക്കായി പോന്നേ? ഒന്ന് കാറ്റ് കൊള്ളാൻ. എന്താ പോരുന്നോ? അങ്ങനെ നീ ഇപ്പൊ കാറ്റ് കൊള്ളണ്ട. മര്യാദയ്ക്ക് മുറി കയറി ഇരിക്കടി. എന്താ അമ്മയുടെ പ്രശ്നം? പ്രശ്നം എന്താന്ന് നിനക്കറിയില്ല അല്ലേ? നീ ഈ ഫോൺ എടുത്ത് എവിടെ പോവാന്ന് എനിക്കറിയാം. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നീ എന്താ ഞങ്ങളെ മനസ്സിലാക്കാത്തത്?
ഇതെന്തൊരു കഷ്ടമാണ് അച്ഛാ. അച്ഛൻ, അമ്മ, ചേച്ചി അങ്ങനെ റൊട്ടേഷൻ വെച്ച് ഉപദേശമാണല്ലോ. ഞാൻ ഇനി എന്ത് ചെയ്യും? ഉപദേശിക്കല്ല മോളെ, നിന്റെ ആഗ്രഹം നടത്തി തരാന്ന് പറഞ്ഞില്ലേ ഞങ്ങള്. ദേവിയെ സമ്മതിച്ചല്ലോ നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന്. പിന്നെ എന്താ പ്രശ്നം? ഇപ്പൊ തന്നെ കല്യാണം ഒന്ന് നടത്തി തരണ്ടെന്നേ. ഡീ, നീ പ്രേമിക്കുന്നതിലും കല്യാണം കഴിക്കുന്നതിലും ഇവിടെ ആർക്കും ഒരു വിരോധവും ഇല്ല. നിന്റെ ചേച്ചി കല്യാണം കഴിച്ചത് എങ്ങനെയാണെന്നറിയില്ലേ? അവൾക്ക് ഇഷ്ടാന്ന് പറഞ്ഞ പയ്യന്റെ ഒപ്പം രായ്ക്ക് രാമാനം വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചോളാം ഞാൻ.